മലബാറിന്റെ കലാരംഗത്ത് നിറങ്ങളുടെ ആഘോഷം പകരുന്ന പർപ്പിൾ കൗവിന്റെ 5ാമത് ചിത്രപ്രദർശനം വലിയ ജനപിന്തുണയോടെ മുന്നേറുന്നു. മെയ് 3-ന് ചിത്രപ്രദർശനം സമാപിക്കും. ഈ ഒരു ചിത്രപ്രദർശനത്തിന് ഇത്രയും ദിവസമായി അല്ലേ ഇവിടെ നടക്കുന്നത്? എത്രത്തോളം ജനപിന്തുണ നേടിയിട്ടുണ്ട്? പയ്യന്നൂരിൻ്റെ ഒരു സാംസ്കാരിക പിന്തുണ വളരെ നല്ല രീതിയിൽ ഈ പ്രദർശനത്തിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളും ധാരാളം കലാസ്നേഹികൾ ഈ പ്രദർശനം കാണാനും നല്ല സംതൃപ്തി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും നാളെയും കൂടി ഈ പ്രദർശനം തുടരുന്നു. ഈ ഒരു മലബാറിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയാണല്ലേ പർപ്പിൾ കൗ എന്നത്. ഈ ഒരു പർപ്പിൾ കൗ എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? പർപ്പിൾ കൗ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. ഒരു ശ്രദ്ധിക്കപ്പെടുക എന്ന രീതിയിലാണ്. സാധാരണ നമ്മൾ പശുക്കളെ കാണുമ്പോൾ ശ്രദ്ധിക്കാത്തതുപോലെ ഒരു പ്രത്യേക നിറങ്ങളിലൊരു പശു, അതുപോലെ ഒരുപാട് ചിത്രകാരന്മാരുടെ കൂട്ടായ്മകളുണ്ട് നാട്ടിൽ. അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഏകദേശം ഒരു 45ഓളം ആൾക്കാർ ഇതിൻ്റെ ഭാഗമായി ഒന്നിച്ചു കൂടുന്നുണ്ട്. എല്ലാ മാസങ്ങളിലും ഞങ്ങൾ പരിപാടികൾ ഈ കലാകാരന്മാരുടെ കൂടിച്ചേരലും ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുന്നു. 100 ദിവസത്തിൽ ഒരു പ്രദർശനം എന്ന രീതിയിലാണ് ഞങ്ങൾ പ്രദർശനം നടത്തി വരുന്നത്. കഴിഞ്ഞ 3 മാസം മുമ്പേ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അവസാനമായി പ്രദർശിപ്പിച്ചത്. ഇനി 100 ദിവസം കഴിയുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പ്രദർശനം. ഒരു ഇടനിലക്കാരനെ വെച്ചുള്ള വിൽപ്പന എന്നതിലുപരി ഇവിടെ നേരിട്ട് ചിത്രകാരന്മാർ തന്നെ സ്വന്തം ചിത്രം വിൽക്കുന്ന ഒരു രീതിയാണല്ലേ ഇവിടെ ഉള്ളത്? തീർച്ചയായും. സാധാരണ പ്രദർശനം മാത്രമാണ് പൊതുവെ എല്ലാവരും കലാകാരന്മാർ ചെയ്യുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ 5 പ്രദർശനത്തോടൊപ്പം നല്ല രീതിയിൽ ചിത്രങ്ങൾ വിൽപ്പന ചെയ്യാനും, അത് ഇടനിലക്കാരൻ സൂചിപ്പിച്ചതുപോലെ ഇടനിലക്കാരാണ് നേരിട്ട് ചിത്രകാരന്മാർ നേരിട്ട് സംസാരിച്ച് ചിത്രങ്ങൾ വാങ്ങാൻ പറ്റും. അതുപോലെ ഈ കലാസ്നേഹികൾക്ക് അവർക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ വരച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പർപ്പിൾ കൗ എന്നില്ലേ ഒരു കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയാണ്. നമ്മുടെ റോട്ടറി പയ്യന്നൂർ എലൈറ്റാണ് ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നത്. അവർക്കൊരു കൈത്താങ്ങ് നൽകുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അതിമനോഹരമായ പെയിന്റിങ്ങുകൾ ഇവിടെ എത്തുന്നവർക്ക് കാണാൻ സാധിക്കും. ഓരോരോ അർത്ഥതലങ്ങളുള്ള ആഴത്തിലുള്ള അർത്ഥങ്ങളുള്ള ഒരുപാട് ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശനത്തിനായി വെച്ചിരിക്കുന്നത്. വിൽപ്പനയ്ക്കായിട്ടുമാണ് വെച്ചിരിക്കുന്നത്. ക്യാമറമാൻ പവിത്രൻ കണ്ണൂത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.